അത് നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മോനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് പട്ടിയായിട്ടുള്ള കുറച്ച് സീനും അങ്ങനെ മരപ്പട്ടിയായിട്ടുള്ള സീനൊക്കെ, അപ്പം മോനൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നതും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്കും അതുപോലെ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മൂവിയാണ്. അതെ, എല്ലാവരും പുതിയ ആൾക്കാരാണ്, 5 നായകന്മാരും. അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് അവരെ പുതിയ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക. നല്ല സിനിമയാണ്. എന്നുവെച്ചാൽ ബോറടിക്കാണ്ട് നമുക്ക് 2 മണിക്കൂർ കാണാൻ പറ്റും. എത്തും എന്നുവെച്ചാൽ എത്തിയവരെന്തായാലും നല്ല അഭിപ്രായം മാത്രമേ പറയുള്ളൂ. എത്തണം എന്നുള്ളതാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. എനിക്കൊരു ആവറേജ് പടമായിട്ട് ഫീൽ ചെയ്തത്. കാരണം ഫസ്റ്റ് ഹാഫ് കോമഡി വർക്കായെന്നല്ല, വർക്കായിട്ടില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം പുള്ളിയുടെ ആക്ടിങ് ആണ്. ഇത്രയും നാളത്തെ പുള്ളിയുടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടും പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു സേഫ് സോൺ വിട്ട് ഒരു സീരിയസ് ഇമോഷണൽ ആ ഒരു ടച്ചിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് യൂത്തിനേക്കാളും പിള്ളേരെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു യൂത്തിനും ഒരു ഫാമിലിക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാർക്കാണ്. എന്തായാലും പടം കൊള്ളാം. എനിക്ക് തിയേറ്റർ വാച്ചബിളായിട്ട് എനിക്ക് തോന്നി. കൂടുതലൊന്നും പറയില്ല. അതായത് പുള്ളിയുടെ ഒരു ഗംഭീര തിരിച്ചു വരും. അങ്ങനെ നമ്മുടെ പഴയ ദിലീപേട്ടൻ തിരിച്ചു വന്നെന്ന് തോന്നുന്നുണ്ടോ? പണ്ടത്തെ ആ ഒരു ലുക്ക്, ഇപ്പോഴത്തെ ലുക്ക് എല്ലാം ഭയങ്കര എന്തായാലും ഡിഫറെന്റ് ആണല്ലോ. ക്യൂട്ടായിട്ടുണ്ട്. നമ്മുടെ പഴയ ആളെ പോലെ കുറച്ച് ബലം, എന്താ പറയാ, ടെൻഷൻ്റെ ഒക്കെ ആയിരിക്കാം. ആ ബലം പിടുത്തം മാറ്റി കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയാവും. അതേപോലെ തന്നെ ദിലീപേട്ടൻ കളിക്കുന്നുണ്ട്. ഇങ്ങനത്തെ മൂവി മതി, ഇങ്ങനത്തെ സ്റ്റോറി മതി, ഇങ്ങനത്തെ സ്റ്റോറി മതി. ദിലീപേട്ടനെ കാണാൻ ഇതിലാണ് ഭംഗി. ഇതിനാണ് നമ്മുടെ പഴയ പ്രേക്ഷകർ, അതായത് ജനപ്രിയ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാനായിട്ട് ഏറ്റവും നല്ല ഇത് ദിലീപേട്ടൻ്റെ ഇങ്ങനത്തെ കഥ. കെയർടേക്കർ എന്ന് പറഞ്ഞ ചിത്രം ദിലീപേട്ടനിൽ നിന്ന് നമ്മൾ എന്താണ് കാണാൻ ആഗ്രഹിച്ചത്, എന്താണ് നമ്മൾ ഇത്രയും നാള് ഒരു ഹിറ്റ് എന്നുള്ള രീതിയിൽ ഒരു മെഗാ ഹിറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ദിലീപേട്ടൻ്റെ ആ കോമഡി വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ കൂട്ട കയ്യടി തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു നല്ലൊരു ലവ് സ്റ്റോറി പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർ ഈ 2024 ഒരുപാട് ചിത്രങ്ങൾ 100 കോടി, 150, 200, 250 കോടി, 300ലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിത്രത്തിൻ്റെ ഒപ്പം ഈ ഒരു പവി കെയർടേക്കർ എന്ന് പറഞ്ഞ ചിത്രം വരുമ്പോൾ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സിനിമാ പ്രേക്ഷകർക്ക്. തീർച്ചയായിട്ടും ഇരു കൈ നീട്ടി സ്വീകരിക്കും. ദിലീപേട്ടനിൽ നിന്ന് നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് എന്താണ്, വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ചു കിട്ടി എന്നുള്ള കാര്യത്തിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫെബ്രുവരിയിൽ ഈ വർഷം 2024 കോടി രൂപ നേടും എന്നുള്ളത് ഈ ചാനലിലൂടെ പറഞ്ഞാണ്. കുറേ പേര് അത് പുച്ഛിച്ച് തള്ളി. ഈ 4 മാസ കാലയളവിൽ 1000 കോടി രൂപ ഈ ചെറിയ ഇൻഡസ്ട്രിയായ മലയാളം നേടി. തീർച്ചയായിട്ടും 2024 കോടി എന്നുള്ള ആ ഒരു സംഖ്യ നേടിയിരിക്കും. മലയാള ചിത്രങ്ങൾ ഒന്നിനൊന്നും വെച്ചോണ്ട് പ്രേക്ഷകർ ഇരു കൈ നീട്ടി എല്ലാ നല്ല ചിത്രങ്ങളും സ്വീകരിക്കും.